ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേക്കുന്ന ചെറിയൊരു ടിപ്പായിട്ടാണ്, ടിപ്സ് അല്ല, ഒരു ചെറിയൊരു വീഡിയോ. അതായത് ഞാൻ ഇപ്പോൾ ഇടുന്ന ഡ്രസ്സ്, ഇതൊരു സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഞാനല്ല, കുറേ നാളുകൾക്ക് മുമ്പ് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടപ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, കഴുത്ത് ബാക്കിലേക്ക് കയറിപ്പോവും. എങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഇടാൻ ശ്രമിച്ചാലും ശരിക്കും പറഞ്ഞാൽ കഴുത്ത് നമുക്ക് ഇങ്ങനെ നിൽക്കണം. ഇതാണ് നമ്മുടെ കറക്റ്റ് കഴുത്തിൻ്റെ പൊസിഷൻ. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് പോകുമ്പോഴും കഴുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. എന്ത് ഡ്രസ്സാണെങ്കിലും നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ ഇറങ്ങി, അല്ലെങ്കിൽ എന്താണെങ്കിലും കറക്റ്റായിട്ട് കിടന്നില്ലെങ്കിൽ അതെല്ലാം ബാക്കിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. കാരണം ഞാനപ്പോൾ കുറേ നാൾ അത് പുറത്തോട്ട് തയ്പ്പിച്ചാണ്. അപ്പോൾ കുറേ നാൾ ശേഷം ഇട്ടപ്പോൾ ഞാൻ ഇട്ട് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇതിങ്ങനെ കയറി പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് എങ്ങനെ അത് ശരിയാക്കി എടുക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ നെക്ക് നമുക്ക് ഇനി ഞാൻ ഇടുമ്പോഴത്തേക്ക് എനിക്കിത് പിന്നെയും കയറിപ്പോവും. അപ്പോൾ പിന്നെ ഇടാൻ നമുക്ക് തോന്നില്ല. അങ്ങനെ നമ്മൾ ടോപ്പൊക്കെ എടുത്ത് വെക്കും. കാരണം കഴുത്ത് ബാക്കിലേക്ക് കയറി പോണേല്ലേ. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ബാക്കിലേക്ക് ഇറക്കാൻ ശ്രമിക്കും, ഫ്രണ്ട് ഒന്നും കൂടി ഇറക്കും. ബാക്ക് ഇറക്കും തോറും പിന്നെ ബാക്കിലേക്ക് തന്നെ പോകും. അതിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ഈ ഫ്രണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങി വല്ലാത്തൊരു വൃത്തികേടിലായിരിക്കും ഈ ഒരു ടോപ്പ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ബാക്കിനൊക്കെ ചുരിദാർ തയ്ച്ച ബാക്കിലേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ, അഥവാ തയ്ച്ച ഡ്രസ്സ് നമുക്ക് എങ്ങനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഓൾട്രേഷൻ ചെയ്തെടുക്കാം. ഇത് ഫുൾ കൈയൊന്നും അഴിക്കേണ്ട, കൈ മൊത്തം അഴിക്കേണ്ട, ഫ്രണ്ടിൻ്റെ ഈ പോർഷൻ ഇത്ര അഴിക്കണം, നമ്മുടെ 2 ഷോൾഡർ അഴിക്കണം, 2 കൈയുടെ ഇവിടം വരെ അഴിക്കണം. എന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ നെക്ക് കുറച്ചുകൂടെ ഇറക്കം വെക്കേണ്ടി വരും. ഈ നെക്ക് എന്ത് കോലമാവുമെന്ന് എനിക്കറിയില്ല. ഈ റൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വെട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു നെക്ക് ആയതുകൊണ്ട് നമുക്ക് നെക്ക് വേറെ രീതിയിലേക്ക് ആക്കേണ്ടി വരും. സാരമില്ല, പക്ഷേ നമ്മുടെ ചുരിദാർ ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിന്ന് ഇത് അഴിക്കാൻ പോവാം കേട്ടോ. ഇതുണ്ടോ നെക്ക്, ഇത് അഴിച്ചൊക്കെ എടുക്കാം നമുക്കിത്. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ടിട്ട് അടിക്കേണ്ടത്. എൻ്റെ കയ്യിൽ മറ്റേ സാധനം, പക്ഷെ അതിന് മൂർച്ച പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ബ്ലേഡ് കൊണ്ടൊരു കട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോരും. സൂക്ഷിച്ച് എല്ലാ ഡ്രസ്സുകളും നമുക്കിങ്ങനെ അഴിക്കാൻ പറ്റില്ല കേട്ടോ. കോട്ടൺ ആയതുകൊണ്ടും പിന്നെ ലൈനിങ് ഇട്ട മെറ്റീരിയൽ ആയതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ അഴിക്കണത്. അല്ലാതെ മെറ്റീരിയലൊന്നും നമുക്കിങ്ങനെ അഴിക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ഇത് പൊട്ടിച്ചെടുത്തു. അപ്പം നമുക്കിത് വേഗം ചെയ്തെടുക്കാം കേട്ടോ. ഞാനതപ്പോൾ ഇങ്ങനെ പറിച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. ചെറിയ ബ്ലേഡൊക്കെ വെച്ച് ഞാനത് സൈഡൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ എടുക്കണുണ്ട്. അത് നല്ലത്. അതായത് കോട്ടൺ ഡ്രസ്സല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്കിതിങ്ങനെ പൊട്ടിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഷോൾഡറും അതുപോലെ തന്നെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ, ഫ്രണ്ടിനൊക്കെ രണ്ടും ഒപ്പം ആക്കിയിട്ട് ഷോൾഡർ കട്ട് ചെയ്ത് കളയുക, ജസ്റ്റ് ആം ഹോളൊന്ന് കുഴിച്ചു വിട്ടുക. ഇതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയാനായിട്ട്. ഇപ്പോൾ രണ്ട് ഭാഗമായിട്ട് നമ്മളിത് ഇപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ കഴുത്തും കൂടി അങ്ങോട്ട് ക്ലിയറാക്കി റെഡിയാക്കി എടുക്കണം. ആ കഴുത്ത് ഞാൻ ഇതുപോലെ തന്നെ അതെല്ലാം അഴിച്ച് നിവർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒപ്പം വെച്ചിട്ട് 2 ഷോൾഡറും ഒപ്പം വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യണം. ഇപ്പോൾ കഴുത്ത് നമ്മൾ എന്താ ചെയ്യാൻ വെച്ചെന്ന് വെച്ചാൽ, ഈ ഷേപ്പ് തന്നെ ആയിരിക്കുമല്ലോ, വി ഷേപ്പ് കൊടുക്കാമെന്ന് വിചാരിക്കണം. കാരണം ഈ ഒരു മോഡലല്ലേ. അപ്പം ഞാനത് വി ഷേപ്പ് കൊടുക്കാമെന്നാണ് ഓർക്കണത്. ഇനി ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും കൂടി വെച്ച് നോക്കണേ കേട്ടോ. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കൈ കുഴിച്ച് വെട്ടേണ്ടതാണ്, പക്ഷേ ഇത് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇട്ടപ്പോൾ നമുക്കൊരു ഷോൾഡർ ഇറങ്ങിക്കിടക്കുന്ന പോലൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് ആം ഹോള് ഷോൾഡർ വെട്ടി കഴിയുമ്പോൾ കുറച്ച് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടുമ്പോഴത്തേക്ക് ഏകദേശം ഇത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് 2 ഷോൾഡറും ഒപ്പം വെച്ച് കൊടുത്തിട്ട് ഞാനൊരു 3/4 ഇഞ്ചോളം ഞാൻ വെട്ടിക്കളഞ്ഞിട്ടോ. 1/2 ഇഞ്ചല്ല, ഒരു 3/4 ഇഞ്ചോളം നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എന്നാലേ ആ ഒരു കഴുത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുള്ളൂ. അപ്പോൾ 3/4 ഇഞ്ചോളം വെട്ടിക്കൊടുത്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 2 ഷോൾഡർ ഒപ്പം വെച്ചിട്ട് ആം ഹോള് കുറച്ച് നന്നായിട്ട് അങ്ങനെ കുഴിച്ചു വിട്ടുക. ഫ്രണ്ട് ആം ഹോള് എപ്പോഴും കുഴിച്ചു വിടണം, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2 കൈ ഒപ്പം വെച്ചിട്ട് നമ്മളെ ഫ്രണ്ട് ആം ഹോൾ ഇങ്ങനെ കുഴിച്ചു വിടണേ കേട്ടോ.
അത്യാവശ്യം നന്നായിട്ട് തന്നെ കയറ്റി വെട്ടണം, എന്നാലേ നമ്മൾ ഷോൾഡർ വെട്ടിക്കളഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ കൈയുടെ ആം ഹോളും ഫ്രണ്ട് ആം ഹോളും ഒപ്പമായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനത് മാക്സിമം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്കിൻ്റെ ഒരു ഇത് വരക്കണേണ്, ആ ഒരു പേപ്പർ സ്ട്രിപ്പിലാണ് പിടിപ്പിച്ചേക്കണം. അതൊരു വീനക്ക് ഷേപ്പിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അതൊരു വി ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. വേറെ നമുക്ക് നെക്ക് നോക്കാൻ പറ്റില്ല, വി ആണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കിത് തയ്ക്കാൻ തുടങ്ങാം കേട്ടോ. ഞാനപ്പോൾ തയ്ക്കാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ഞാൻ നെക്കെല്ലാം തയ്ച്ചു. ഫ്രണ്ട് നെക്ക് ഞാൻ വി ആക്കി, കണ്ടോ, വി ആക്കി. അത് പതിച്ചൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ വീനൊക്കെ ആക്കി ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ആ ഒരു നെക്കിൽ തന്നെ ആ വീനൊക്കെ അടിച്ചു, എക്സ്ട്രാ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇതങ്ങ് ഇപ്പുറത്തോട്ട് മറിച്ച് പതിച്ചടിച്ചു. ഇനി അതുപോലെ ബാക്കും അതുപോലെ തന്നെ അങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാൻ കൂട്ടിയിട്ടുണ്ട്, 2 ഷോൾഡറും ഞാൻ കൂട്ടിയായിരുന്നു, എന്നിട്ടാണല്ലോ ഫ്രണ്ടിനൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോൾഡറൊക്കെ കൂട്ടി വെച്ച് ഇനി ബാക്കും കൂടി നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്ക് നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ ആം ഹോൾ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആം ഹോളും കൈയും ഞാൻ പിടിപ്പിച്ചിട്ടില്ല, ജസ്റ്റ് ഷോൾഡർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ ആം ഹോൾ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ തന്നെ പതിച്ചടിച്ച് തന്നെയാണ് ഫ്രണ്ട് നെക്കിന് കൊടുത്തത്, പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇനി നമുക്ക് വേഗം തന്നെ കൈയുടെ ആം ഹോൾ നമുക്ക് നോക്കാം എത്രമാത്രം നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. സാധാരണ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും അത്രയും തുണിയുടെ ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ വരും, ആ ഒരു ലെങ്ത്നെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരും. അപ്പോൾ ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്ത് ആം ഹോൾ കുഴിച്ചു വെട്ടിയത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒപ്പം വെച്ചിട്ട് നമുക്ക് ആം ഹോൾ തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് തയ്ച്ചു കൊടുക്കണേണ്, നമ്മുടെ എല്ലാ പീസും ഒപ്പം കേട്ടോ, കണ്ടോ. അതായത് സാധാരണ കൈയല്ല നമ്മുടെ ബോഡി പീസ് എത്തൂല, നമ്മൾ ഷോൾഡർ വെട്ടിക്കളഞ്ഞതാണ്, സാധാ എത്തൂരില്ല, നമ്മൾ എക്സ്ട്രാ ഇതൊക്കെ പിടിപ്പിക്കേണ്ടി വരും. ബട്ട് നമ്മൾ ആം ഹോൾ കുഴിച്ച് വെട്ടിയത് കൊണ്ടിട്ട് നമ്മൾ നോർമലായിട്ട് തന്നെ ഇത് ശരിയായി. അപ്പോൾ നമ്മൾ കൈക്കുഴി അത് ഒരു ഭാഗം അടിച്ച് കഴിഞ്ഞു. ഇനി ആ അടിച്ചപ്പോൾ സൈഡ് പൊട്ടിച്ചിട്ടുണ്ടായല്ലോ, അപ്പോൾ നമ്മൾ ആ ഷേപ്പും കൂടി ഒന്ന് വേഗം തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കണേ കേട്ടോ. ഷേപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ അടിച്ചു കൊടുക്കണേണ്. അതേപോലെ തന്നെ നമ്മുടെ ഷേപ്പ് കഴിഞ്ഞിട്ട് ആ സൈഡിലുള്ള എക്സ്ട്രാസും കൂടെ വെട്ടിക്കളണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. സെയിം തന്നെ നമ്മൾ അപ്പുറത്തെ കൈയും ഇതുപോലെ തന്നെ വേഗം തന്നെ ചെയ്യണേ കേട്ടോ. അത് തന്നെ, കാരണം ഇനി കറക്റ്റാണ് നമ്മൾ ചെയ്തേക്കുന്ന സംഭവം കറക്റ്റാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നും അതിനകത്ത് നോക്കാനില്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട് കഴുത്ത് വെട്ടി കുറച്ചാൽ പോലും നമ്മുടെ ആം ഹോള് ഒന്നുകൂടി കുഴിച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ എക്സ്ട്രാ പീസ് പിടിപ്പിക്കാതെ തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എക്സ്ട്രാ പീസ് പിടിപ്പിക്കുന്നത് കൂടുതലും വരുന്ന റെഡിമെയ്ഡ് ടോപ്സിലാണ് കേട്ടോ. കാരണം റെഡിമെയ്ഡ് ടോപ്പിൽ മിക്കവരുടെയും കൈയുടെ വണ്ണം എത്താറില്ല. എൻ്റെ കൈക്ക് കുറച്ച് വണ്ണം കൂടുതലാണ്, എൻ്റെ ബോഡി ഷേപ്പിനേക്കാളും അളവിനേക്കാളും വണ്ണം കൂടുതലാണ്. ചില സമയത്ത് എനിക്ക് മീഡിയം മതി, ചില സമയത്ത് ലാർജ്. മീഡിയം ലാർജ് ആണെങ്കിൽ പോലും എൻ്റെ കൈയുടെ വണ്ണം കൂടുതലായതുകൊണ്ട് എനിക്ക് എക്സലിൻ്റെ ടോപ്പ് എടുത്ത് ഓൾട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കഴുത്ത് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുത്ത് റെഡിയാക്കി ഇത് വീനൊക്കെ വെച്ചിട്ട് കഴുത്ത് വീനൊക്കെ ആക്കി. അപ്പോൾ ഇതൊരു വൃത്തിയുണ്ടല്ലേ കാണാനായിട്ട്, ഇഷ്ടപ്പെട്ട് കൊള്ളാം. ഷോൾഡർ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കയറി ഇപ്പുറത്തും കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൊള്ളാം തോന്നുന്നുണ്ട് കണ്ടിട്ട് എനിക്ക്. മറ്റേ നെക്കിനേക്കാളൊക്കെ ഈ നെക്ക് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇതുപോലെ തന്നെ ഷോൾഡർ എന്താ പറയുക ഫ്രണ്ടൊക്കെ കയറി പോകുന്ന ആൾക്കാർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് നല്ലതായിരിക്കും. വളരെ അഴിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടൊക്കെ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ തയ്ക്കാൻ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ഷോൾഡറും ഈ ആം ഹോളൊക്കെ ഒന്ന് അഴിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടും. കാരണം ടൈലർമാർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല ഇത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഷോൾഡർ പിടിച്ച് കയറ്റുക അങ്ങനെയൊക്കെയുള്ള ചെയ്യാനേ അവർക്ക് നേരമുണ്ടാവുള്ളൂ. അഴിക്കുക എന്നുള്ള പരിപാടി ഭയങ്കര ദുഷ്കരമാണ്. അപ്പോൾ അത് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ലതായിരിക്കും. ചെറിയ ചെറിയ ടിപ്സൊക്കെ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ കൊള്ളാം അല്ലേ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.